അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഹുദൈബിയയിലാണ് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷയുടെ ഹാജിമാർ എത്തിയിരിക്കുന്നത്. ഹുദൈബിയ എന്ന് പറയുമ്പോൾ മക്കം ഫത്ഹിന് വരെ വഴി തുറന്നത് ഹുദൈബിയ സന്ധിയാണ്. ഹിജ്റയുടെ 6-ാം വർഷം ദുൽഖഅദ് മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു സ്വപ്നം കണ്ടു. അതായത് ഹബീബായ തങ്ങളും സ്വഹാബത്തും ഒരു പ്രയാസവും വിഷമവുമില്ലാതെ, ഒരു തടസ്സങ്ങളില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്ന സ്വപ്നമാണ് കണ്ടത്. ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1500ഓളം വരുന്ന സ്വഹാബത്തും ദുൽഖഅദ് മാസത്തിൽ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവർ യാത്രാസംഘം, വലിയ 1500ഓളം വരുന്ന യാത്രാസംഘം, അവർ യാത്ര ചെയ്യുന്നത് ഒട്ടകത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ അവരിവിടെ നിന്ന് അറക്കാനുള്ള ഹദിയകളുമായിട്ട് അവരിങ്ങോട്ട് പുറപ്പെടുന്നു. ഭക്ഷണ സാധനമായി അവരെ കൈവശമുള്ളത് ആപ്പിളും മുസമ്പിയും അടങ്ങുന്ന ഫ്രൂട്ട്സ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കട്ട് ചെയ്യാനുള്ള ചെറിയ കത്തിയും അവരെ കയ്യിലുണ്ട്. ദുൽ ഹുലൈഫയിൽ വന്ന് അവർ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. മക്കയിലെത്തുന്നതിൻ്റെ മുമ്പ് ഉസ്ഫാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 200 കുതിരപ്പടയാളികൾ റസൂലുള്ളാഹി തങ്ങളെയും സഹാബത്തെയും തടയാൻ വേണ്ടി കാത്തുനിൽപ്പുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവിടെ നിന്ന് വഴിമാറി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഹുദൈബിയയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സഞ്ചരിച്ച ഖസ്വ എന്ന് പറഞ്ഞ ഒട്ടകം അവിടെ കിടന്നു. അത് എഴുന്നേൽക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഒട്ടകം എഴുന്നേൽക്കാത്തത്. അതുകൊണ്ട് സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളും ഈ ഹുദൈബിയയിൽ ഇറങ്ങി ദിവസങ്ങളോളം ഇവിടെ താമസിച്ചു. ഹബീബായ തങ്ങളും സ്വഹാബത്തും ഇവിടെ ഇറങ്ങിയ വിവരമറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് ബുദൈൽ എന്ന് പറഞ്ഞൊരു ദൂതൻ ഇങ്ങോട്ട് വന്നു. റസൂലുള്ളാഹി തങ്ങളോട് ഇപ്പോൾ മക്കയിലേക്ക് വരാൻ പാടില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സമയമാണ്, വീണ്ടും ഒരു പ്രശ്നത്തിന് തുടക്കം കുറിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി വരുന്നതല്ല, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം, അതിനുള്ള സൗകര്യം നൽകണം, ഞങ്ങൾ ഉംറ ചെയ്തിട്ട് തിരിച്ചു പോരും. അവൻ അംഗീകരിക്കാതെ തിരിച്ചുപോയി. വീണ്ടും അവിടെ നിന്ന് ഹുലൈസും അതുപോലെ മിക്രസും അതുപോലെ തന്നെ ഉറുവത്തും 4 അംഗ സംഘം, ബുദൈൽ, ഹുലൈസ്, മിക്രസ്, ഉറുവത്ത് 4 പേരും ഓരോ സമയങ്ങളിലായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വരുന്നതാണ്, യുദ്ധത്തിന് വേണ്ടിയല്ല, ഞങ്ങൾക്കതിന് അവസരമുണ്ടാവണമെന്ന് പറഞ്ഞ് 4 പേരെയും തിരിച്ചയച്ചു. അവസാനം വന്ന ഉറുവത്ത് തിരിച്ചുപോയി ശത്രുക്കളോട് പറഞ്ഞു, മുഹമ്മദ് വന്ന് ഉംറ നിർവഹിച്ച് തിരിച്ചു പോയിക്കൊള്ളട്ടെ, കാരണം ഞാൻ കിസ്ര രാജാവിനെ കണ്ടിട്ടുണ്ട്, കൈസർ രാജാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവരുടെ അനുയായികൾ അവരുടെ രാജാവിനെ ബഹുമാനിക്കുന്നത് പോലെ അല്ല മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ ബഹുമാനിക്കുന്നത്. മുഹമ്മദ് തുപ്പുമ്പോൾ അവർ കൈനീട്ടുകയാണ്, അത് കുടിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധമുണ്ടായാൽ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി ശത്രുക്കളോട് ഉറുവത്ത് പോയി പറയുകയുണ്ടായി. പക്ഷേ ശത്രുക്കൾ അംഗീകരിച്ചില്ല. അങ്ങനെ ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് 1500 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് ഹിറാഷ് ബിൻ ഉമയ്യ എന്ന് പറഞ്ഞ ആളെ റസൂലുള്ളാഹി തങ്ങൾ മക്കയിലേക്ക് പറഞ്ഞയച്ചു. അവർ ചെന്നപ്പോൾ അവർ യാത്ര ചെയ്ത ഒട്ടകത്തിനെ അവർ അറുത്ത് വിതരണം ചെയ്യുകയും ഹിറാഷിനെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവൻ്റെ കുടുംബക്കാർ, അഹാബീഷ് ഗോത്രക്കാർ അതിനനുവദിച്ചില്ല. അങ്ങനെ ഹിറാഷിനെ അവർ തിരിച്ചിങ്ങോട്ടേക്ക് അയച്ചു. ഹിറാഷ് വരുമ്പോൾ ഹിറാഷിൻ്റെ കൂടെ 50 ആൾക്കാർ അവനെ പിന്തുടരുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ക്യാമ്പ് ചെയ്ത ഈ ഹുദൈബിയയിൽ വന്ന് അവരെ വളഞ്ഞ് അമ്പെയ്യുകയും കല്ലെറിയുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും അവരെ പിടികൂടി. പക്ഷേ വേണമെങ്കിൽ അവരെ കൊന്നുകളയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവരെ ഒന്നും ചെയ്യാതെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന ഒരു 10 അംഗ സംഘത്തെ മക്കയിലേക്ക് ദൂതന്മാരായി പറഞ്ഞയച്ചു.
അവരവിടെ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉംറ ചെയ്ത് തിരിച്ചു പോകാം, മുഹമ്മദിൻ്റെ കാല് കുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഉംറ ചെയ്യേണ്ട ആവശ്യമില്ല, റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ഞങ്ങൾക്ക് ഉംറ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഈ വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്ന വിവരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ കൊന്നുകളഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ താഴെ, ആ വൃക്ഷം ഇപ്പോൾ ഇല്ല, അതിനുള്ള സ്ഥലത്താണ് ഈ കെട്ട് നമ്മൾ കാണുന്നത്. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന് അവിടുത്തെ വലത്തെ കൈ കൊണ്ട് അവിടുത്തെ ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കരാറ് റസൂലുള്ളാഹി തങ്ങളുടെ വലത്തെ കൈ ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു. ശേഷം 1500ഓളം വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട്, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാണ്, ഞങ്ങളുടെ കയ്യിലുള്ള ആപ്പിളും മുസമ്പിയും മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പീച്ച കത്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ മരണം വരെ ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടത്തിയ ഒരു കരാർ. ആ കരാറിൻ്റെ പേരാണ് ബൈഅത്തുർ റിദ്വാൻ. പരിശുദ്ധ ഖുർആനിൽ ഇതിനെ പ്രതിപാദിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻദ തഹ്ത ശജറ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നടത്തിയ കരാർ എന്ന് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന വിവരം കേട്ടപ്പോൾ അവർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയച്ചു. അവർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നിട്ടില്ല, അവർ തിരിച്ചയച്ചു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തിരിച്ചിങ്ങോട്ടെത്തിയപ്പോൾ അവരിൽ നിന്നും സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹൈൽ ഇബ്നു അംറും തമ്മിൽ ഒരു കരാറിലേർപ്പെട്ടു. ആ കരാറിനാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. വിശാലമായ കാര്യങ്ങളാണ് അതിലുള്ളത്. ഈ വർഷം ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോവുക, അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കുകയും 3 ദിവസം മക്കയിൽ താമസിക്കുകയും ചെയ്യുക. ഇനിയുള്ള 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടുവന്നാൽ അവർക്കവിടെ സംരക്ഷണം നൽകാൻ പാടില്ല, തിരിച്ച് മക്കയിലേക്ക് പറഞ്ഞയക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞയക്കില്ല, അവരെ ഞങ്ങൾ മക്കയിൽ അവർക്കുള്ള സംരക്ഷണം നൽകും തുടങ്ങി വലിയ 10ഓളം വരുന്ന കരാറുകൾ എഴുതി ഒപ്പിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇവിടെ നിന്ന് മുടി നീക്കി മൃഗങ്ങളെ അറുത്ത് അവിടെ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. ഈ കരാറിനാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. പിറ്റത്തെ വർഷം കരാറടിസ്ഥാനത്തിൽ, വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉംറയ്ക്ക് വേണ്ടി, ഈ ഉംറ ഖളാ വീട്ടാൻ വേണ്ടി വരികയും ഉംറ നിർവഹിച്ച് 3 ദിവസം മക്കയിൽ താമസിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തിരിച്ചുപോയി. ഹിജ്റയുടെ 8ാം വർഷം വീണ്ടും റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മക്കയിൽ വന്ന് മക്ക വിജയം കരസ്ഥമാക്കുകയും മക്കം ഫത്ഹ് എന്ന് പറഞ്ഞ വലിയ ഒരു സംഭവം നടക്കുകയും ചെയ്തു. അതിനെല്ലാം വഴി തുറന്നത് ഈ ഹുദൈബിയ സന്ധിയാണ്. ആ ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം, റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് കരാർ നടത്തിയ, ബൈഅത്തുർ റിദ്വാൻ നടത്തിയ സ്ഥലം ഈ പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്തു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉംറയും അതുപോലെ എല്ലാ സിയാറത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വരാൻ പോകുന്ന ഹജ്ജും അതിനോടനുബന്ധമായ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.